പേര്? പനിക്കൂർക്ക. പനിക്കൂർക്ക എന്ന് മാത്രമല്ല, ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, പഞ്ഞിക്കൂർക്ക എന്നും കൂടെ ഇതിന് പറയും കേട്ടോ. ഇതെന്തിനാ ഉപയോഗിക്കുന്ന അറിയാവോ? എന്തിനാ പറഞ്ഞാട്ടെ? പനിക്കും ജലദോഷം വന്നാലല്ലേ. ഇതെങ്ങനെ ചെയ്യാന്ന് അറിയാവോ? 4 ഇല എടുത്ത് ആവി കൊള്ളിച്ച് ഇതിൻ്റെ നീരെടുത്ത് തേനും കൂടി കുട്ടികൾക്ക് കൊടുത്താൽ കഫക്കെട്ട്, പനി, ജലദോഷമൊക്കെ മാറിക്കിട്ടും. പിന്നെ രാസ്നാദി ചൂർണത്തിൽ ഇതിൻ്റെ നീരെടുത്ത് ചേർത്ത് വലിയ പ്രായമായവർക്ക് നെറുകയിലിട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള ജലദോഷം, കഫക്കെട്ട് ഒക്കെ ശമനം കിട്ടും. പിന്നെ ഇത് കൂടാതെ ഇത് ഇട്ട് നമ്മൾ ആവി കൊള്ളിക്കും. നിനക്ക് ആവി കൊള്ളിച്ച് തന്നിട്ടുണ്ടോ? ഇതിട്ട് ആവി കൊള്ളിച്ചാലും ജലദോഷത്തിന് നല്ല ആശ്വാസം കിട്ടും. ഇത്രയധികം ഗുണമുള്ള ഒരു ഔഷധ ചെടി നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇനിയും കൂടുതൽ ധാരാളമായിട്ട് നട്ട് വളർത്താം അല്ലേ?